ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് എഫ്ഐആറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നിർബന്ധിച്ച് ഭ്രൂണഹത്യ നടത്തി, നിർബന്ധിച്ച് പീഡനങ്ങൾ നടത്തി. തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും ഒപ്പം തന്നെ പാലക്കാട്ട് MLA കൂടിയാണ് ഈ പ്രതി എന്ന് കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അവിടുത്തെ ഫ്ളാറ്റിലെത്തിച്ചും അതിക്രൂരമായ പീഡനം നടത്തി, നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി, നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്ന് എഫ്ഐആറിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം പുറത്തറിഞ്ഞാൽ ജീവിതം തന്നെ ഇല്ലാതാക്കി കളയുമെന്ന ഭീഷണിയും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എഫ്ഐആറിൽ പറയുന്ന നിർണായകമായ വിവരങ്ങൾ. ഈ വിഷയങ്ങൾ കൃത്യമായി തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസും ഒപ്പം തന്നെ പ്രശാന്ത് ശങ്കരമംഗലത്തും തരും. പ്രശാന്ത്, ഈ എഫ്ഐആർ ഒന്ന് ഓടിച്ച് വായിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരല്പം കണ്ണീരോടുകൂടി അല്ലാതെ ഈ എഫ്ഐആറിൽ നോക്കാൻ സാധിക്കില്ല. അത്രയധികം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതി ചെയ്തിരിക്കുന്നത്. അതൊന്ന് വേഗത്തിൽ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് പ്രതിയുടെ ഭാഗത്തുണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് എഫ്ഐആറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് BNS 64 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അത് ബലാത്സംഗമാണ്. BNS 89 നിർബന്ധിത ഗർഭചിത്രം, BNS 316 വിശ്വാസവഞ്ചന, BNS 116 ദേഹോപദ്രവം ഏൽപ്പിക്കൽ, BNS 329 വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ, BNS 351 ഭീഷണിപ്പെടുത്തൽ, IT ആക്ട് 66 ഫോണിലൂടെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അത് ആണ് എഫ്ഐആറിൽ പറയുന്നത്. അതായത് ഇത് കരുതിക്കൂട്ടി ചെയ്തതടക്കമുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഒരു ലക്ഷണമൊത്ത ക്രിമിനലിൻ്റെ സ്വഭാവം, ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് ഈ പ്രതി എന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളത് എന്നതുകൂടി തന്നെ നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഇത്തരം എഫ്ഐആർ തന്നെ പറയുന്നുണ്ട്, പല ഇടങ്ങളിൽ വെച്ച് തന്നെ 3 ഇടങ്ങളിൽ വെച്ച് തന്നെ യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തും പാലക്കാടുമായിട്ടുള്ള 3 ഇടങ്ങളിൽ വെച്ചായിരുന്നു ബലാത്സംഗം ചെയ്തത് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ തൃക്കണ്ണാപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിൽ വെച്ച് 2 തവണയും അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്യുകയും അതോടൊപ്പം തന്നെ യുവതിയുടെ ചിത്രങ്ങൾ അത് മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് അതിനുശേഷം പാലക്കാട് വിളിച്ചു വരുത്തുന്നു, പാലക്കാട് വിളിച്ച് എത്തിക്കുന്നു. അതിനുശേഷം പാലക്കാട് എത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് പീഡിപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർബന്ധിത ഗർഭചിത്രത്തിന് ഈ രാഹുൽ മാങ്കൂട്ടം MLAയുടെ സുഹൃത്ത് വഴി ഒരു കാറിലെത്തുന്നു. കഴിഞ്ഞ 2025 മെയ് 30-ാം തീയതിയാണ് കാറിലെത്തി നിർബന്ധിച്ച് ഗുളിക കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം തന്നെ വീഡിയോ കോളിലൂടെ യുവതിയുമായി ബന്ധപ്പെടുകയും അതിനുശേഷം യുവതി ഗുളിക കഴിച്ചു എന്ന് ഉറപ്പാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള നിരവധി കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതാണ് എഫ്ഐആറിലൂടെ പറയാൻ കഴിയുന്നത്. അങ്ങനെ ആ കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട നിര നമുക്കൊന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ, ഒരു വട്ടം കൂടി വായിക്കുകയാണെങ്കിൽ, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ചുമത്തിയിരിക്കുന്നത് സെക്ഷൻ 64 അത് ബലാത്സംഗ കുറ്റമാണ്. അതിനുശേഷം BNS 89 ഗർഭചിത്രം, നിർബന്ധിത ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്നാണ് BNS 89 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ BNS 316 വിശ്വാസവഞ്ചന കാണിക്കുക, അതോടൊപ്പം തന്നെ BNS 116 ദേഹോപദ്രവം ഏൽപ്പിക്കൽ, BNS 329 വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ, അതോടൊപ്പം BNS 351 ഭീഷണിപ്പെടുത്തൽ. ഇതിന് പുറമെയാണ് IT ആക്ട് പ്രകാരം 66 പ്രകാരമുള്ള കേസ് കൂടി എടുത്തിരിക്കുന്നത്. ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കേസുകളാണ് ഇപ്പോൾ ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ഐസൻ ജോസ് കൂടി ചേർന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൻ, ഇത് എത്രത്തോളം നിർണായകമാണ്, ഗുരുതരമാണ് ഇപ്പോൾ ചുമത്തിയ വകുപ്പുകൾ? തീർച്ചയായും 10 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന, 10 വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന സെഷൻസ് ഒഫൻസുകളാണ് BNS പ്രകാരമുള്ള ഈ സെക്ഷനുകളിൽ ഉള്ളത് എന്നതാണ് ഗൗരവമർഹിക്കുന്നൊരു വിഷയം. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ നരാധമനെതിരെ വരാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷകളുടെ തുടക്കം തന്നെയാണ് ഈ എഫ്ഐആറിലെ വകുപ്പുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 64(2)(F അതായത് ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രത്യേക കുറ്റകൃത്യം, അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLAക്കെതിരെ നിലനിൽക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൃത്യമായ അതിലേക്ക് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ കുറ്റത്തിൻ്റെ സ്വഭാവമുള്ളത് 64 സബ് ക്ലോസ് 2(F എന്ന് പറയുന്ന BNSലെ സെക്ഷനാണ്. അതായത് ബന്ധുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളെ പോലെ ഉത്തരവാദിത്തമുള്ള ഗാർഡിയനോ, രക്ഷകർത്താവോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് തന്നെക്കാൾ മുകളിലിരിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ തന്നെക്കാൾ മുകളിൽ പദവിയുള്ള ഒരു വ്യക്തി ആ പദവിയുടെ അധികാരം ഉപയോഗിച്ച് നടത്തുന്ന അതിക്രമങ്ങൾ, അതായത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ബലാത്സംഗ
ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളെയാണ് ഇത്തരത്തിൽ, അതായത് ഒരു കൺസെൻറ്റ് അവിടെ ഉണ്ടാകുകയും, അതായത് മേലുദ്യോഗസ്ഥനെ അനുസരിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ തന്നെക്കാൾ ഉയർന്ന പദവിയിലുള്ള ഒരാളെ അനുസരിക്കേണ്ട ഒരു ബാധ്യത ആ ഇരയ്ക്ക് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ നിർബന്ധിത സാഹചര്യത്തിൽ അയാൾക്ക് വഴങ്ങേണ്ടി വരികയും ചെയ്യുന്നതാണ്. ആ വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഈ റേപ്പിനെയാണ് കൃത്യമായും ഇത്തരത്തിലുള്ള ഈ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ സാധ്യത, ഒരു കൺസെൻറ്റ്, അൺഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് തന്നെ പറയാം, അതായത് കൃത്യമായ ബോധ്യമില്ലാതെയുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൺസെൻറ്റ് നേടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഇടപെടൽ നടത്തുക എന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരിക തന്നെ ചെയ്യും. അതാണ് ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി നിലനിൽക്കുന്നത്. പിന്നീട് ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളാണ്. 10 വർഷത്തോളം ശിക്ഷ കിട്ടാവുന്ന, അതായത് കഠിന തടവ് തന്നെ ലഭിക്കാവുന്ന സെഷൻസ് ഒഫൻസ് ആണ്. അത് ഒരുപക്ഷെ ഈ വിവിധ വകുപ്പുകൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ വേറെ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുമെന്നും ചില നിയമനിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിഷയങ്ങൾ, അതായത് അറിവും സമ്മതത്തോടെ തന്നെയാണ് നടന്നിട്ടുള്ളത് എങ്കിൽ കൂടി ആ അറിവും സമ്മതവും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മദ്യലഹരിയിലോ ഒക്കെ ലഭിക്കുന്ന കൺസെൻ്റ് ഉണ്ട്. ആ കൺസെൻറ്റിൻ്റെയുമായി ബന്ധപ്പെട്ട്, അതായത് കൃത്യമായ ബോധമില്ലാത്തൊരവസ്ഥയിൽ, മനസ്സ് ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ കൃത്യമായ തീരുമാനമെടുക്കുന്നത് പൂർണ്ണ ബോധ്യത്തോടെ അല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമുള്ള, മനസ്സ് ഉലഞ്ഞൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കടുത്ത കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതൊരു കൺസെൻറ്റ് അവിടെ ഉണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള വകുപ്പുകളാണ് മറ്റൊന്നുള്ളത്. അത് 64(2) എന്ന് പറയുന്ന BNS-ലെ തന്നെ വകുപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം ഇപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ട ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് 89 BNS. അതായത് ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് നിർബന്ധിച്ച് ഒരു അബറ്റ്മെൻറ്റ് നടത്തി പ്രേരിപ്പിച്ച് ഒരു ഗർഭഛിദ്രത്തിനെ, ഒരു വനിതയെ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നിർബന്ധിക്കുക എന്ന ആ ഒരു വലിയൊരു കുറ്റകൃത്യം കൂടി ഇവിടെ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പിന്നീട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും വരുന്നു. അതുപോലെ ഭീഷണിപ്പെടുത്തുന്നതിനുള്ള സെക്ഷൻ 351 കൃത്യമായി ചാർജ് ചെയ്തിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു ഗൗരവതരമായൊരു വിഷയം, ഏറ്റവും ഹീനവും നീചവും ഏറ്റവും നികൃഷ്ടവുമായ കുറ്റകൃത്യം ഈ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത് സെക്ഷൻ 66 ഈ IT ആക്ട് പ്രകാരമാണ്. അതായത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങളിലെ നഗ്നചിത്രങ്ങൾ പകർത്തി അത് പ്രദർശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്ന അങ്ങേയറ്റം ഹീനമായൊരു കുറ്റകൃത്യം കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ സെക്ഷൻ ചുമത്തിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി കണ്ടെത്തേണ്ട വിഷയമാണ്. കോടതി കണ്ടെത്തിയതിന് ശേഷം അയാളെ ശിക്ഷിക്കേണ്ട വിഷയമൊക്കെ കോടതിയുടെ തീരുമാനത്തിലാണ്. കുറ്റകൃത്യം നടന്നു എന്ന് കണ്ടെത്തേണ്ടതും കോടതി തന്നെയാണ്. എങ്കിലും ആ വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയോട് ചെയ്യാവുന്ന ഏറ്റവും നികൃഷ്ടമായ ക്രൂരത ഈ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നു എന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പലതും, അതായത് ഒരു സ്ത്രീപക്ഷവാദികളായ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മനുഷ്യർക്കാർക്കും വാക്കുകൾ കൊണ്ടുപോലും പറയാൻ സാധിക്കാത്ത അത്രയും ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഗൗരവം കൃത്യമായി തന്നെ ഐസൻ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.